Hi friends, I'm Sheena. Welcome to my channel. ഒമാനിലെ ചരിത്രവും കലയും സംസ്കാരവും ഒത്തുചേരുന്ന മനോഹരമായ ഒരു രാജകീയ സ്മാരകം തന്നെയാണ് ജബ്രീൻ കാസിൽ. ഒമാൻ്റെ പൈതൃകത്തിൻ്റെ അതുല്യ സാക്ഷ്യം വഹിക്കുന്ന ആ ഫോർട്ടിലേക്കായിരുന്നു ഞങ്ങൾ പിന്നീട് പോയത്. ജബ്രീൻ കാസിലിൽ 5 നിലകളും 55ഓളം മുറികളും ഉണ്ട്. രാജകീയ താമസത്തിനും ഭരണകാര്യങ്ങൾക്കും പഠനത്തിനുമൊക്കെയായി വിവിധ ഭാഗങ്ങൾ അവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രതിരോധത്തിനും ജഡ്ജ്മെൻറ്റിനും ഒക്കെ അവിടെ പ്രത്യേകം മുറികളുണ്ട്. മനോഹരമായ പെയിൻറ്റഡ് വുഡൻ സീലിങ്സ്, പിന്നെ അറബിക് കാലിഗ്രാഫി, സൺ ആൻഡ് മൂൺ ഹാൾ, സീക്രട്ട് എസ്കേപ്പ് പാസേജസ്, വാച്ച് ടവേഴ്സ്, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ കാണാൻ കഴിഞ്ഞു. പണ്ട് കാലത്ത് അവർ ഡേറ്റ് പ്രോസസ്സിങ്ങിന് ഉപയോഗിച്ചിരുന്ന വലിയ മുറികളും അവിടെ ഉണ്ടായിരുന്നു. അന്നത്തെ കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന വസ്തുക്കളും ആയുധങ്ങളും പിന്നെ അവരുടെ ജലസംഭരണിയും ഡ്രെയിനേജ് സിസ്റ്റമൊക്കെ അവിടെ കാണാൻ സാധിച്ചു. അന്ന് ശിക്ഷയൊക്കെ നടപ്പിലാക്കിയത് അവിടെയൊക്കെ തന്നെ വെച്ചിട്ടായിരിക്കും. സ്ത്രീകൾക്കും പുരുഷന്മാർക്കും വേറെ ജയിലറുകളൊക്കെ അവിടെ കണ്ടു. ജബ്രീൻ കാസിലിലെ ഏറ്റവും പ്രശസ്തമായ മുറിയാണ് സൺ ആൻഡ് മൂൺ ഹാൾ. മനോഹരമായ ചിത്രാലങ്കാരങ്ങളുള്ള മേൽക്കൂരകളും അറബിക് കൊത്തുപണികളും പ്രത്യേകം വായുസഞ്ചാര സംവിധാനവുമാണ് ഇതിൻ്റെ പ്രത്യേകത. പകൽ സൂര്യപ്രകാശവും രാത്രി ചന്ദ്രപ്രകാശവും ഹാളിലേക്ക് എത്തുന്ന രീതിയിലാണ് ഇതിൻ്റെ രൂപകൽപ്പന. 1670s നിർമ്മിച്ച ഈ കോട്ട മസ്കറ്റിൽ നിന്ന് ഏകദേശം 175ഓളം കിലോമീറ്റർ ദൂരെയായി ബാലയ്ക്കടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഈ കോട്ടയ്ക്ക് പുറത്ത് ചുറ്റും ഈന്തപ്പനത്തോട്ടങ്ങളുടെയും മലനിരകളുടെയും ഒക്കെ ഒരു വിസ്മയകരമായ ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. Thank you for watching, friends.